ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഹൃദയങ്ങളെ തൊട്ട ആത്മീയ വിപ്ലവം. പ്രിയരെ, ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്ത ഒരു പുസ്തകമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സന്യാസിയുടെ മുറിയിൽ പിറന്ന ആ വരികൾ ഇന്നും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും വഴികാട്ടിയുമാകുന്നു. പാണ്ഡിത്യത്തിനപ്പുറം ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെ. ഈ അത്ഭുത ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിലേക്കും അന്തസത്തയിലേക്കും സമയം സാക്ഷി ഇന്ന് വിരൽ ചൂണ്ടുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് രചിക്കപ്പെടുന്നത്. ജർമ്മനിയിലെ കെമ്പിൻ എന്ന സ്ഥലത്ത് ജനിച്ച തോമസ് എ കെമ്പിസ് എന്ന സന്യാസിയാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സവിശേഷ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. നെതർലാൻഡ്സിലെ മൗണ്ട് സെന്റ് ആഗ്നസ് എന്ന ആശ്രമത്തിൽ തൻ്റെ ജീവിതം പ്രാർത്ഥനയ്ക്കും എഴുത്തുകൾക്കുമായി അദ്ദേഹം സമർപ്പിച്ചു. ഒരിക്കൽ അക്കാലത്ത് സഭയിലുണ്ടായിരുന്ന ആഡംബരങ്ങൾക്കും ബാഹ്യമായ ചടങ്ങുകൾക്കും എതിരെയുള്ള ഒരു നിശബ്ദ പ്രതിഷേധ വിപ്ലവമായിരുന്നു തോമസ് എ കെമ്പിസിൻ്റെ വരികൾ. എഴുത്തുകാരൻ എന്നതിലുപരി പുസ്തകങ്ങൾ പകർത്തി എഴുതുന്നതിൽ അതിവിദഗ്ധനായിരുന്നു തോമസ്. അച്ചടി യന്ത്രം പ്രചാരത്തിൽ അല്ലാതിരുന്ന ഒരു കാലം. അദ്ദേഹം 4 തവണയെങ്കിലും ബൈബിൾ പൂർണ്ണമായും കൈപ്പടയിൽ പകർത്തി എഴുതിയിട്ടുണ്ട്, ഭംഗിയായി. ഓരോ അക്ഷരവും ശ്രദ്ധയോടെ പകർത്തിയ ആ മണിക്കൂറുകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയത്. ഒരു കൊച്ചു മൂലയിലിരുന്ന് ഒരു കൊച്ചു പുസ്തകം വായിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് തോമസ് എ കെമ്പിസ് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ലോകപ്രശസ്തമായ ഒരു പുസ്തകം രചിച്ചിട്ടും അദ്ദേഹം ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ സന്യാസ സമൂഹത്തിലെ യുവ അംഗങ്ങൾക്ക് നൽകിയ ലളിതമായ ഉപദേശങ്ങളായിരുന്നു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. അധികാരമോ വലിയ പദവികളോ തേടിപ്പോകാതെ തൻ്റെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിലാണ് തോമസ് എ കെമ്പിസ് സംതൃപ്തി കണ്ടെത്തിയിരുന്നത്. വിനയത്തിൻ്റെ പൂർണ്ണ രൂപമായ അദ്ദേഹം തൻ്റെ പേര് പോലും പുസ്തകത്തിൽ വയ്ക്കാതെ ഒരു നിഗൂഢതയോടുകൂടെയാണ് ഇത് ലോകത്തിന് സമർപ്പിച്ചത്. തോമസ് എ കെമ്പിസിൻ്റെ ജീവിത ശൈലി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ആരാണ് എഴുതിയത് എന്ന് നോക്കാതെ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്. ഇത് തന്നെയാണ് അദ്ദേഹം വായനക്കാരോടും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്തരിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൃതി അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ലോകം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതുപോലും. പ്രശസ്തിയേക്കാൾ സത്യത്തിന് വില നൽകിയ ഒരു സാധാരണ സന്യാസിയുടെ അസാധാരണമായ രചനയായിരുന്നു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നത്. ഡൊവോഷ്യോ മോഡേണ എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം കണക്കാക്കപ്പെടുന്നത്. പുറമെയുള്ള ആചാരങ്ങളെക്കാൾ ആന്തരികമായ ഭക്തിക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു ഈ പ്രസ്ഥാനം. ഈ ചിന്താഗതി യൂറോപ്പിലെമ്പാടുമുള്ള വിശ്വാസികളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ആത്മീയതയെ ലളിതവൽക്കരിച്ചു എന്നതാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് 4 പ്രധാന ഭാഗങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാം ഭാഗം
ആത്മീയ ജീവിതത്തിലേക്കുള്ള പ്രായോഗികമായ ഉപദേശങ്ങളാണ് നൽകുന്നത്. ലോകത്തിൻ്റെ മായകളെ ഉപേക്ഷിക്കുവാനും വിനീതർ ആയിരിക്കുവാനും ഇത് വായനക്കാരെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളതിനേക്കാൾ വലിയൊരു വിജയം പുറത്തൊന്നുമില്ല എന്ന വലിയ പാഠമാണ് ഈ ഭാഗം നൽകുന്നത്. ആന്തരിക ജീവിതത്തിലേക്ക് എങ്ങനെ തിരിയാമെന്ന് ഇതിലൂടെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. രണ്ടാം ഭാഗം ആന്തരികമായ സമാധാനത്തെക്കുറിച്ചും ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളെ എങ്ങനെ സന്തോഷത്തോടെ സ്വീകരിക്കാമെന്നും ക്രിസ്തുവിൻ്റെ കുരിശിനോട് എങ്ങനെ നമ്മെ തന്നെ ചേർത്ത് നിർത്താം എന്നും തോമസ് എ കെമ്പീസ് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യരിലുള്ള വിശ്വാസത്തേക്കാൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് വലുത് എന്ന് ഈ ഭാഗം ശക്തമായി വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ആത്മാവിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന വരികളാണ് ഇതിൽ പൂർണ്ണമായിട്ടുമുള്ളത്. ഇതിൻ്റെ മൂന്നാം ഭാഗം ഈ പുസ്തകത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയതും പ്രധാനപ്പെട്ടതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ദൈവവും വിശ്വാസിയും തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ടാണ് മനോഹരമായി ഇതിൻ്റെ മൂന്നാം ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നൽകുന്ന ആശ്വാസങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ചും ഇത് പ്രതിപാദിക്കുന്നു. ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും ദൈവത്തോട് പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയ സുഹൃത്തിനെ പോലെ ഈ വരികൾ വായനക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിലെ നാലാം ഭാഗം വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്, വിശുദ്ധ തിരുവത്താഴത്തെക്കുറിച്ചാണ്, ക്രിസ്തുവിൻ്റെ ബലിയെക്കുറിച്ചും അത് വിശ്വാസിയുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും വളരെ ഭക്തിപൂർവം പ്രാർത്ഥനയോടെ അദ്ദേഹം ഇതിൽ വിവരിക്കുന്നുണ്ട്. കൂദാശകളെ വെറുമൊരു ചടങ്ങായി കാണാതെ അതിലൂടെ ലഭിക്കുന്ന ആത്മീയ ശക്തിയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമാകുന്നത് എങ്ങനെയെന്ന് ഇതിലെ ഈ നാലാം ഭാഗം കാണിച്ചു തരുന്നുമുണ്ട്. ഈ 4 ഭാഗങ്ങളും ചേർന്ന് ഒരാളെ പൂർണ്ണമായ ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് നയിക്കുന്നത്. അതാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത്. ഓരോ അധ്യായവും വളരെ ചെറുതാണ് എങ്കിലും അവ നൽകുന്ന ചിന്തകൾ വളരെ ആഴമുള്ളതാണ്. ലോകത്തിൽ ജീവിക്കുമ്പോഴും എങ്ങനെ ലോകത്തിൻ്റെ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നതായിരുന്നു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിനെ പോലെ എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖ്യ പ്രമേയം. ഇതാണ് ഈ പുസ്തകത്തെ ഇത്രയധികം പ്രിയപ്പെട്ടതാക്കി മാറ്റിയത്. ഈ ഗ്രന്ഥം സൃഷ്ടിച്ച സ്വാധീനം വിശ്വപ്രസിദ്ധമാണ്. ചരിത്രത്തിലെ അനേകം മഹാന്മാരെ ഈ പുസ്തകം മാറ്റിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ മഹാന്മാരാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമയത്ത് ഈ പുസ്തകത്തിൽ നിന്നാണ് വലിയ പ്രചോദനം ഉൾക്കൊണ്ടത്. വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി തുടങ്ങിയ ഹൈന്ദവ ദാർശനികർ പോലും ഈ പുസ്തകത്തിൽ ഏറെ ആദരവോടുകൂടെയാണ് മിഴി നിറച്ചിരുന്നത്. ലോകത്തിൽ ഏകദേശം 6000-ലധികം പതിപ്പുകൾ ഈ പുസ്തകത്തിന് ഉണ്ടായിട്ടുണ്ട്. ലാറ്റിൻ ഭാഷയിൽ നിന്ന് ലോകത്തിലെ ഏതാണ്ട് എല്ലാ പ്രധാന ഭാഷകളിലേക്കും ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പ്രിയരെ, ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകം എന്ന ഖ്യാതി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിനാണ്. ഓരോ രാജ്യത്തെയും സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ പുസ്തകത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തി. ആധുനിക കാലത്തെ എഴുത്തുകാർക്കും ചിന്തകർക്കും ഈ പുസ്തകം ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. ലളിതമായ ജീവിതശൈലിയെക്കുറിച്ചും അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം സംസാരിക്കുന്നുണ്ട്. വായനക്കാരൻ്റെ മാനസികാവസ്ഥ എന്തു തന്നെയായാലും ആശ്വാസം നൽകുന്ന ഒരു വരി ഈ പുസ്തകത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്നാണ്. ഇത് കേവലം ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്.
പ്രിയരെ, പല പ്രശസ്ത വ്യക്തികളും തങ്ങളുടെ കിടക്കക്കരികെ ഈ പുസ്തകം സൂക്ഷിക്കാറുണ്ട് എന്ന് ചരിത്രം. പരീക്ഷകളിലും കഷ്ടപ്പാടുകളിലും തളരുമ്പോൾ ഈ പുസ്തകം അവർക്ക് പുതിയൊരു ഊർജം നൽകിയതാണ് അതിന് കാരണം. ഡോക്ടർമാരും അധ്യാപകരും മിഷണറിമാരും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ പുസ്തകത്തിലെ തത്വങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയം എത്ര കഴിഞ്ഞാലും ഈ വരികളിലെ സത്യം മാഞ്ഞു പോകുന്നില്ല. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുമില്ല. പ്രിയരെ, ഇൻ്റർനെറ്റിലും മൊബൈൽ ആപ്പുകളിലും ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന ആത്മീയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിനെ പോലെ. ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു മരുന്നാണ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നത് വെറുമൊരു പുസ്തകമല്ല, അതൊരു ആത്മീയ വിപ്ലവം തന്നെയാണ്. ഈ പുസ്തകം പ്രധാനമായും ഊന്നൽ നൽകുന്നത് വിനയത്തിനാണ് എന്ന് പറഞ്ഞുവല്ലോ. പാണ്ഡിത്യമുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ അറിവില്ലായ്മ മറ്റൊന്നില്ല എന്ന് ഈ പുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവശാസ്ത്രത്തെക്കുറിച്ച് വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് വിനയമുള്ളവർ ആയിരിക്കുക എന്നതാണ് തോമസ് എ കെമ്പിസ് പറഞ്ഞു വയ്ക്കുന്നത്. അറിവ് ഹൃദയത്തെ സ്പർശിക്കാത്തതാണ് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണമെന്നും അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ആന്തരികമായ ഏകാന്തതയാണ്. ലോകത്തിൻ്റെ പ്രശംസകൾക്ക് പിന്നാലെ ഓടുന്നത് മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. സ്വന്തം മുറിക്കുള്ളിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ മാത്രമേ ആത്മീയ വളർച്ച സാധ്യമാകൂ എന്ന് തോമസ് എ കെമ്പിസ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമയും സഹനവുമാണ് ഈ പുസ്തകത്തിലെ മറ്റൊരു പ്രമേയം. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളെയും അപമാനങ്ങളെയും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഭാഗമായി കാണുവാൻ ഈ പുസ്തകം നമ്മെ പ്രാപ്തരാക്കുന്നുണ്ട്. സങ്കടങ്ങളിൽ തളരാതെ അത് ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും സ്വന്തം പിഴവുകളെ തിരുത്തുവാനും പ്രിയരെ ഈ ഗ്രന്ഥം നമ്മെ പ്രേരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ മായകളെക്കുറിച്ച് ഇത് ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. ധനവും പദവിയും അധികാരങ്ങളും നശ്വരമാണ് എന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണത്തെ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ കഴിയൂ എന്നും ഓരോ നിമിഷവും ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കണം എന്നും ഈ പുസ്തകം നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളികളോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം സംസാരിക്കുന്നത് വളരെ ഹൃദ്യമായിട്ടാണ്. ദൈവത്തോടുള്ള സ്നേഹമാണ് എല്ലാറ്റിനും മുകളിൽ വേണ്ടത്. സ്നേഹം ഭാരങ്ങളെ ലഘൂകരിക്കുന്നുവെന്നും കയ്പുള്ളതിനെ മധുരമുള്ളതാക്കുന്നു എന്നും ഈ പുസ്തകം പറയുന്നുണ്ട്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ക്രിസ്തുവിനെ ശരിയായി അനുകരിക്കുവാനും അനുഭവിക്കുവാനും കഴിയുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, മിഷണറിമാരുടെ ജീവിതത്തിൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉൾനാടൻ ഗ്രാമങ്ങളിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ പോയ മിഷണറിമാർക്ക് ഈ പുസ്തകം ഒരു വലിയ കൂട്ടിന് തുല്യമായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെയും ഫാദർ ഡാമിയനെ പോലെയും തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർക്ക് ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഇത് ധൈര്യം നൽകിയെന്നാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം ഒരു വഴികാട്ടിയാണ്. ദൈനംദിന ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ സമാധാനം കണ്ടെത്താൻ ഇതിലെ വരികൾ പലരെയും സഹായിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുവാനും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുവാനും സ്നേഹത്തോടെ പെരുമാറുവാനും ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിലെ ഉപദേശങ്ങൾ
പലർക്കും പ്രചോദനമായി. പള്ളിയിലെ പ്രസംഗങ്ങളെക്കാൾ ആഴത്തിൽ ഈ ചെറുപുസ്തകം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതിന് കാലം സാക്ഷി. ഇന്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളിൽ ഈ പുസ്തകത്തിന് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല പ്രാദേശിക ഭാഷകളിലേക്കും ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടു എന്നതാണ് കാരണം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെയും മറ്റും വീടുകളിൽ ഈ പുസ്തകം ഒരു നിധിയായി സൂക്ഷിച്ചിരുന്നു എന്നാണ്. ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു കൈപ്പുസ്തകം അഥവാ മാനുവൽ പോലെയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സെമിനാരികളിലും ഈ പുസ്തകം നിർബന്ധമായും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മനുഷ്യനാകുവാൻ വേണ്ട ഗുണങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നു. അഹങ്കാരത്തെ ഉപേക്ഷിക്കുവാനും എളിമയെ പുൽകുവാനും ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ഓരോ വരികളും ഓരോ തലമുറകളെയും പഠിപ്പിക്കുന്നുണ്ട്. നന്മയുടെ വിത്തുകൾ പാകുവാൻ മിഷണറിമാർക്ക് ലഭിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു ഈ ഗ്രന്ഥം എന്നതാണ്. ഈ പുസ്തകം വായിക്കാത്ത വലിയ വലിയ മിഷണറിമാർ കുറവായിരിക്കും. തങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തോന്നുമ്പോഴെല്ലാം ക്രിസ്തു സഹിച്ച പീഡനങ്ങളെക്കുറിച്ച് ഈ പുസ്തകം അവരെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മബലിയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഈ ചെറിയ പുസ്തകം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സമയം അതിന് സാക്ഷിയാണ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് നൽകുന്ന ഏറ്റവും വലിയ ആത്മീയ പാഠം, പ്രിയരെ, നിശബ്ദത എന്നതാണ്. അനാവശ്യമായ സംസാരം ആത്മാവിൻ്റെ ശുദ്ധി കുറയ്ക്കുമെന്ന് തോമസ് എ കെമ്പിസ് പറയുന്നുണ്ട്. മൗനമായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാനും വ്യക്തമായ തീരുമാനങ്ങൾ ഉചിതമായി കൈക്കൊള്ളുവാനും സഹായിക്കും എന്നത്രേ. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം സ്വയം തിരിച്ചറിവ് എന്നതാണ്. മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുൻപ് സ്വന്തം തെറ്റുകളെ കാണുക. നമ്മൾ എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നൊമ്പരത്തോടെ ദൈവത്തിലേക്ക് തിരിയാൻ കഴിയുക എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യസന്ധമായി നമ്മെ തന്നെ വിലയിരുത്തുവാനും ഇത് ആവശ്യപ്പെടുന്നുമുണ്ട്. സേവനത്തിൻ്റെ എളിമ, പ്രിയരെ, സേവനങ്ങളിലെ ലാളിത്യം എന്നതാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം നൽകുന്ന മറ്റൊരു പാഠം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് ലോകത്തെ കാണിക്കുവാനല്ല, ലോകത്തിൻ്റെ പുകഴ്ചകൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയായിരിക്കണമെന്നാണ്. പ്രശംസകൾ ആഗ്രഹിക്കാതെ ചെയ്യുന്ന നന്മയ്ക്കാണ് സ്വർഗത്തിൽ വിലയുള്ളത് എന്ന് ഈ പുസ്തകം നമ്മെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും സ്നേഹത്തോടെ ചെയ്യുക എന്നതാണത്. അവസാനമായി ഇത് നൽകുന്നൊരു പാഠം വിശ്വസ്തത. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാത്തിരിക്കാതെ കയ്യിലുള്ള ചെറിയ അവസരങ്ങളെ ദൈവത്തിനായി പ്രയോജനപ്പെടുത്തുക. ഓരോ ദിവസവും ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുക എന്നതാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രധാന സന്ദേശം. പ്രിയരെ, സമയം സാക്ഷിയിലൂടെ നമ്മൾ ഇന്ന് നടത്തിയ ഈ ആത്മീയ യാത്ര തൽക്കാലം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിനെ പോലെ എന്നത് കേവലം കടലാസുകളിൽ എഴുതപ്പെടേണ്ട വരികളല്ല, അല്ലെങ്കിൽ എഴുതപ്പെട്ട വരികളല്ല, മറിച്ച് 5 നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്കാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന വിനയവും സ്നേഹവും ലാളിത്യവും എന്നീ പാഠങ്ങൾ ഇന്നും പ്രസക്തമാകുന്നത് മനുഷ്യൻ തൻ്റെ അസ്തിത്വത്തിൻ്റെ അർത്ഥം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പദവികൾക്കോ അധികാരങ്ങൾക്കോ ലോകം നൽകുന്ന പ്രശംസകൾക്കോ നൽകാൻ കഴിയാത്ത ഒരു വലിയ സമാധാനം ഈ വിനീതമായ വരികൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ലോകം വിദ്വേഷങ്ങളാലും
അസഹിഷ്ണുതയാലും കലുഷിതമാകുമ്പോൾ അപരനെ സ്നേഹിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള തോമസ് എ കെമ്പിസിൻ്റെ സന്ദേശത്തിന് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഭാരതത്തിൻ്റെ മണ്ണിൽ നന്മയുടെ വിത്തുകൾ പാകിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും ഐഡാസ് കഡറിനെയും ഫാദർ ഡാമിയനെയും പോലുള്ള മിഷണറിമാരുടെ ജീവിതത്തിൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം ഒരു വലിയ ഊർജം തന്നെയായിരുന്നു. സ്വന്തം ജീവിതത്തേക്കാൾ അല്ലെങ്കിൽ സ്വന്തം ജീവനേക്കാൾ സ്നേഹത്തിന് വില നൽകുവാൻ ഈ പറഞ്ഞവരെല്ലാം പ്രാപ്തരാക്കിയത് ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന വലിയ ദർശനമാണ്. അക്ഷരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരേ ഒരു സത്യമാണ്: സ്നേഹമാണ് ലോകത്തെ ജയിക്കുവാനുള്ള ഏക ആയുധം എന്ന്. മനുഷ്യർ തമ്മിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന, മതിലുകൾ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ ഇത്തരം ആത്മീയ ചിന്തകൾക്ക് സാധിക്കും. പണ്ഡിത രമാഭായിയെ പോലെയുള്ളവർ അടിച്ചമർത്തപ്പെട്ടവർക്കായി പോരാടിയതും സാം ഹിങ്കിൻബോട്ടം കൃഷിയെ പ്രാർത്ഥനയാക്കിയതും ഈ സ്നേഹത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഇവരുടെ എല്ലാം ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ, വലിയ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിലാണ് മഹത്വമിരിക്കുന്നത് എന്നാണ്. അതുതന്നെയാണ് തോമസ് എ കെമ്പിസ് തൻ്റെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്തിൻ്റെ പ്രവാഹത്തിൽ പല സാമ്രാജ്യങ്ങളും അറിവുകളും വിസ്മൃതിയിലാകും. പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്ന നന്മയുടെ ഇത്തരം സന്ദേശങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകില്ല. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചെറുപുസ്തകം ഒരു വ്യക്തിയുടെ സ്വകാര്യമായ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നത് പോലെ അത് സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തമാണ് എന്ന് ഈ എപ്പിസോഡ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചെറിയ പുസ്തകത്തിൻ്റെ താളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത പാതകളിൽ വെളിച്ചം പരത്തട്ടെ. ഈ ആത്മീയ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വിത്തുകളെ ഉണർത്തുവാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രിയരെ, സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഈ വലിയ സാക്ഷ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അവ നമ്മുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഇനിയും തുടരേണ്ടതുണ്ട്. മനുഷ്യത്വത്തിൻ്റെ ഈ വലിയ ഗോപുരങ്ങൾ നമുക്കെന്നും വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമെന്ന് ഖ്യാതി കൊണ്ട ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിനെ പോലെ എന്ന പുസ്തകത്തിനും അതിൻ്റെ രചയിതാവായ തോമസ് എ കെമ്പിസിൻ്റെയും ഓർമ്മകൾക്ക് മുന്നിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് സമയം സാക്ഷിയിലെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ യാത്രയിൽ പങ്കുചേർന്ന ഏവർക്കും നന്ദി അറിയിക്കട്ടെ. സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി പുതിയ ഒരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.